എല്ലാവർക്കും നമസ്കാരം. ഇത് കണ്ടോ, ഞാനിത് ഇതുപോലെ ചെയ്യുന്ന രീതിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. ഇതാകുമ്പോൾ നമുക്ക് വളരെ സൈഡിൽ കമ്പോസ്റ്റ് ഇങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം. അതിങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലാതെ നമുക്ക് ഈ സൈഡ് വഴി അടുക്കള വേസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് എന്ത് വളം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. കോഴിവളം വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇത് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ തണ്ടയിൽ മുട്ടൊന്നും പേടിക്കണ്ട. വേരൊക്കെ ഇതിനകത്തോടെ, ഇതിപ്പോൾ കുപ്പിയുടെ അടിഭാഗം കേട്ടോ, അത് നിറയെ സുഷിരങ്ങൾ ഇട്ടിട്ടുണ്ട്. വേര് അതിനകത്തോടെ പുറത്തോടെ ഇറങ്ങിക്കോളും. ചെയ്ത് കണ്ടോ, മനസ്സിലാം. ഇതിപ്പോൾ കുപ്പിയുടെ മറ്റേ പകുതി ഞാൻ നട്ടതാണ് കേട്ടോ. ഇതുപോലെ നിറയെ സുഷിരങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അടപ്പും എടുത്ത് മാറ്റുക. അടപ്പ് മാറ്റിയില്ലെങ്കിലോ കുഴപ്പമില്ലാന്ന് വെച്ചാൽ അതിൽ കൂടെ വേരിറങ്ങാൻ പറ്റില്ലല്ലോ, അവിടെയും പിന്നെ തുളയ്ക്കാൻ പോകണ്ടേ. ഇതാകുമ്പോൾ അവിടെ അടപ്പ് മാറ്റുക. ഇതേണ്ട, ഇങ്ങനെ നിറയെ സുഷിരങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് ചട്ടിക്കകത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. കുറച്ച് ഭാഗം മേലോട്ട് പൊങ്ങി നിൽക്കണം കേട്ടോ. ഞാൻ അങ്ങനെ നട്ടേക്കണ മുളകേടിയാണിത്. ഇപ്പോൾ രണ്ടാമത് കൂമ്പ് വന്നേക്കണതാണ്. ഒട്ടിപ്പോൾ മുളക് പറിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അതിന് നൈട്രജൻ്റെ കൾച്ചർ ഒഴിച്ച് കൊടുത്തപ്പോൾ രണ്ടാമത് നിറയെ ശിഖരങ്ങൾ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഞാനങ്ങനെ നട്ടേക്കണതാണ്. മാട്ടുകുള വഴുതനയാണ് കേട്ടോ. ഇത് മണ്ണിട്ട് കയറ്റിക്കൊണ്ട് വരാം. അതിൻ്റെ ആ വക്ക് വരെ മണ്ണ് നോക്കിയിട്ട് കൊടുത്തുകൊണ്ട് വരാം. ഇത് പാവൽ നട്ട് മുളച്ച് വരുന്നതാണ് കേട്ടോ. ചട്ടിക്കകത്ത് മാത്രമല്ല, ഗ്രോ ബാഗിലും ഇതുപോലെ ചെയ്യാം. ഇത് കണ്ടോ, ഇത് ഞാനങ്ങനെ വെച്ചേക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് മണലിട്ട് കൊടുക്കാം. മണലോ എംസാൻഡോ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കുമ്മായ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് ഇട്ട് കൊടുക്കാം. വേറെ അസുഖങ്ങളൊന്നും വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ വാട്ടർ രോഗം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട്. പിന്നെ അതുമല്ല, മാത്രമല്ല, നമുക്കിവിടെ കമ്പോസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യാം. അത് ചെറിയൊരു കുറച്ച് അടിയിലെ കരിയിലയാണ് കേട്ടോ. ഇതിൻ്റെ കരിയിലയുടെ മുകളിൽ കുറച്ച് മണ്ണിട്ടിട്ടേ ഉള്ളൂ. ഈ കുപ്പി ഒന്ന് ഇറക്കി വയ്ക്കാൻ കുറച്ചിരിക്കാൻ പാകത്തിനുള്ള മണ്ണ്. പിന്നെ നമുക്ക് ഇനിയും വളമിട്ട് കൊടുക്കുക, കരിയിലിട്ട് കൊടുക്കുക. അതിന് മുകളിൽ വീണ്ടും വളമിട്ട് കൊടുക്കുക, മണ്ണിട്ട് കൊടുക്കുക. പിന്നെ അടുക്കള വേസ്റ്റൊക്കെ വേണേൽ ഇടാം. നമുക്ക് എന്ത് വളങ്ങളും വേണേൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ചെടിക്കിട്ട് മുട്ടില്ല. ചെടി നല്ല സേഫായിട്ടിരിക്കുകയും ചെയ്യും. ചെടിയുടെ തണ്ടയിലേക്ക് വീഴും എന്നുള്ളൊരു പേടിയും വേണ്ട. വേര് ഈ സുഷിരത്തിൽ കൂടെ വേര് പുറത്തേക്ക് പൊക്കോളുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വിത്തുകൾ നേരിട്ട് പാകാനും മതി. കാരണം വിത്ത് നേരിട്ട് പാകുമ്പോൾ ഇതിനകത്ത് നിറച്ച് മണ്ണിട്ട് കൊടുക്കണ്ട. ഒരു അര ഭാഗം മണ്ണിട്ട് കൊടുത്താൽ മതി. ചെടി കയറി വരുന്നതനുസരിച്ച് മണൽ നമ്മളിട്ട് കൊടുത്താൽ മതി. പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാം കേട്ടോ. രണ്ട് സൈഡും ഓപ്പൺ ആക്കിയിട്ട് അതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ അതും പ്രശ്നമില്ല. അപ്പോൾ ഇത് മണ്ണിൽ ചെയ്യുമ്പോൾ നമുക്ക് മണ്ണിൽ നടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കുഴിച്ച് വയ്ക്കാം കേട്ടോ. കുറച്ച് മേലോട്ട് പൊക്കി വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. വിത്ത് പാകുമ്പോൾ അര ഭാഗത്തെ മണ്ണിട്ട് കൊടുക്കാൻ പാടുള്ളൂ. തൈ പൊങ്ങി വരുന്നതനുസരിച്ച് ബാക്കി മണ്ണിലിട്ട് കൊടുത്താൽ മതി. ആദ്യമേ നിറച്ച് മണ്ണിലിട്ട് കൊടുത്തിട്ട് വിത്ത് പാകരുത്. കാരണം എന്ന് വെച്ചാൽ പിന്നെ എന്തായാലും തൈ പൊങ്ങി വരുമ്പോഴത്തേക്കും പിന്നെ അതിന് മറിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു 1/4 ഭാഗം മണ്ണ് മതി, മണ്ണിലിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിനകത്തേക്ക് വിത്തിട്ട് കൊടുക്കുക. കുറച്ച് മണ്ണ് മുകളിലിട്ട് കൊടുക്കുക. എന്നിട്ടൊരു ഇതുകൊണ്ട് ഇതിപ്പോൾ സുഷിരം ഇടാത്ത ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ കുറച്ചുകൂടെ ചെറിയ കവറാണെങ്കിൽ ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. ചെറിയൊരു കുപ്പിയാണെങ്കിൽ ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. വെയിലും മഴയൊന്നും കൊള്ളാതെ എന്തെങ്കിലും മോയ്സ്ചർ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് മുളച്ച് കിട്ടും. അങ്ങനെ. പിന്നെ അതും അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം, പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നീടൊരു വീഡിയോയിൽ. ഓക്കേ.